രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 എഴുന്നേറ്റ് പഠിച്ചാലേ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു അഡ്വൈസ് എൻ്റെ കോച്ചിങ് കാലത്ത് എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷെ ഒരിക്കലും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് എപ്പോ എഴുന്നേക്കും എന്നുള്ളതിലല്ല, എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഹൗ വി സ്റ്റാർട്ട് ആർ ഡേ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വെൻ വി വേക്ക്. ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ബ്രെയിൻ ഹാക്ക്. നമ്മൾ ദൂരെയുള്ള ഒരു ടാർഗറ്റിലേക്ക് ഒരു ബോൾ എടുത്ത് എറിയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എറിയാം. പതുക്കെ എറിയാം, നല്ല സ്പീഡിൽ എറിയാം. ഈ രണ്ടാമത്തെ പ്രാവശ്യം മാത്രമേ നമ്മുടെ ടാർഗറ്റിലോട്ട് ഈ ബോൾ എത്തത്തുള്ളൂ. ഈ സെയിം ബോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ ടാർഗറ്റിൽ എത്താൻ കാരണം നമ്മൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് എറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സ്പീഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ബോളിന് കൂടുതൽ മൊമെന്റം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കാര്യം ഈ ബോളിന്റെ പോലെ തന്നെയാണ്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം മൊമെന്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ദിവസത്തെ നമ്മുടെ ഗോളുകളിലോട്ട് കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. സോ എങ്ങനെ ഈ മൊമെന്റം നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്ന് നോക്കാം. ഒരു 3 വർഷം മുമ്പ് ഹാൽ എൽറോഡ് എന്ന എഴുത്തുകാരൻ്റെ ദ മിറക്കിൾ മോർണിംഗ് എന്നൊരു ബുക്ക് ഞാൻ മേടിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, അതിന് 2 വർഷം മുമ്പ് ഞാനൊരു സ്മാർട്ട് ഫോൺ മേടിച്ചായിരുന്നു. അപ്പം ഒരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഞാൻ ഈ ബുക്ക് മേടിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജ് പോലും വായിച്ചു നോക്കിയില്ല. അത് അതുപോലെ അങ്ങ് സൈഡാക്കി. അത് അവിടെ കിടന്ന് പൊടി പിടിച്ചതേ ഉള്ളൂ. കുറച്ച് കാലം മുമ്പ് ഞാൻ ആലോചിച്ചപ്പം ഈ MBBS ഒക്കെ കിട്ടി. പക്ഷെ എന്നാലും എന്തോ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് അധികമായിട്ടൊന്നും നടന്ന പോലെ തോന്നിയില്ല. അതിൽ തന്നെ ഈ രാവിലെ സമയം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാലോ എന്ന് എനിക്ക് തോന്നി. സോ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ ബുക്ക് ഞാൻ ഒന്നും കൂടെ തപ്പിപ്പിടിച്ചെടുത്ത് കഷ്ടപ്പെട്ടിരുന്നങ്ങ് വായിച്ചു. ഈ ബുക്ക് വായിച്ചപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിന് 6 സൊല്യൂഷൻസ് ഞാൻ കണ്ടുപിടിച്ചു. ഈ 6 സൊല്യൂഷൻസ് നമുക്കൊരു 6 മിനിറ്റുള്ള ചെറിയ റൊട്ടീനായിട്ട് ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ പേഴ്സണലി ഒരുപാട് ഇത് സഹായിച്ചിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ സൊല്യൂഷനിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുൾ അഥവാ ഗുരുത്വാകർഷണം ഉള്ള സ്ഥലം ഏതാണെന്നറിയോ? നമ്മളെല്ലാം കിടന്നുറങ്ങുന്ന ബെഡ് തന്നെയാണ്. അപ്പോൾ ഈ ബെഡിൽ നിന്ന് ഈ അലാറം കേട്ട ഉടനെ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ്. നമ്മുടെ അലാറം കേട്ട് സ്നൂസ് ബട്ടൺ ഞെക്കുന്നതിന് മുമ്പ് ഒരു 5 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളുടെ ജസ്റ്റ് ബോധം വന്ന് എഴുന്നേക്കണോ വേണ്ടയോ എന്ന് ജസ്റ്റ് നമ്മൾ ആലോചിക്കുന്ന ഒരു 5 സെക്കൻഡ്. ഈ ഗ്യാപ്പിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. ഈ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഷോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ എഴുന്നേറ്റ് കണ്ണ് പോലും മര്യാദയ്ക്ക് തുറക്കുന്നതിന് മുമ്പ് നേരെ പോയി ഷവറിന്റെ ചോട്ടി ചെന്ന് നിൽക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി വരുന്നതിന് മുമ്പ് തന്നെ തലയിൽ വെള്ളം വീണിട്ടുണ്ടാവും, ഉറക്കവും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതുപോലെ നമ്മുടെ ബ്രെയിനിനെ ഷോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ പേഴ്സണലൈസ് ചെയ്ത് ഒരു കാര്യം കണ്ടുപിടിക്കുക. അതൊന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ നേരെ ഹെഡ്സെറ്റ് വെച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഉറക്ക പാട്ട് പാടാം. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഷോക്ക് ചെയ്ത് ഒന്ന് ലൈഫാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സർസൈസ് ആണ്. എക്സർസൈസ് എന്ന് കേൾക്കുമ്പോഴേ വീഡിയോ നിർത്തി പോകണ്ട. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് കൂട്ടി എല്ലാ ഓർഗൻസിലേക്കും എല്ലാ പാർട്ടിലേക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് കൂട്ടുക. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി കപ്പാസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹിപ്പോ ക്യാമ്പസ്, നമ്മുടെ ബ്രെയിനിലുള്ള. ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനം കൂടുതൽ ബെറ്റർ ആക്കാൻ എക്സർസൈസ് സഹായിക്കും. സോ ബേസിക്കലി നമ്മളൊരു 1 മിനിറ്റ് ഡെയിലി എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റിയാണ് ബെറ്റർ ആകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ 3 Idiots സിനിമയിൽ ആമിർ ഖാൻ ഇടയ്ക്കിടയ്ക്ക് ആൾ ഇസ് വെൽ എന്ന് പറയില്ലേ, അതാണ് അഫർമേഷൻ. അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് സ്വയം പറയാം. പറ്റുമെങ്കിൽ അത് ഉറക്കെ തന്നെ പറയാം. ഇതുപോലെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാത്ത ടോപ്പിക്സ് ഒക്കെ നമ്മൾ നമ്മുടെ സാറന്മാരോട് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെയെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ വെച്ച് വേണം നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് എഫക്റ്റാ ഉള്ളത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഡെയിലി നമ്മളിങ്ങനെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തന്നെ സെൽഫ് ബിലീഫ് കൂട്ടി കൊണ്ടുവരും. ഈ സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. സോ ബേസിക്കലി അഫർമേഷൻസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടി വരും. 4ാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആണ്. 1 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളൊരു ബുക്ക് വായിക്കുക, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ സ്പിരിച്വൽ ബുക്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ബുക്കിന്റെ ഒരു 1-2 പേജ് വായിക്കുക.
ഈ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ എക്സർസൈസ് ആണ്. സോ നമ്മൾ ബോഡിക്കുള്ള എക്സർസൈസ് ഓൾറെഡി കൊടുത്തു. ഇത് നമ്മൾ ബ്രെയിനിനുള്ള ഒരു ചെറിയ വർക്കൗട്ടാണ് ഈ റീഡിംഗ് കൊണ്ട് ചെയ്യുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി 1 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളത് തന്നെയാണ്. അതായത് 1 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഫുൾ ഡീറ്റെയിലിൽ മനസ്സിലൊന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടർ ആകാനാണെങ്കിൽ MBBS അഡ്മിഷൻ കിട്ടുന്നതും അവിടെ ഫസ്റ്റ് ഇയറിൽ ചെല്ലുന്നതും ഈ വെള്ളക്കോട്ടൊക്കെ ഇട്ട് ക്ലിനിക്സിൽ പോകുന്നതും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി മാറുന്ന ആ ഒരു സ്റ്റോറി മാക്സിമം ക്ലാരിറ്റിയിൽ നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗുകാരാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ക്യാമ്പസ് IIT ആകാം, അവിടെ അഡ്മിഷൻ കിട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ജോലിക്ക് കയറുന്നതും അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ട് ജീവിതം, അതിലെ എല്ലാ സ്റ്റെപ്പും മാക്സിമം ക്ലാരിറ്റിയിൽ മനസ്സിലൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ സ്റ്റെപ്പിന്റെ ഗുണമെന്ന് വെച്ചാൽ സൈക്കോളജിക്കലി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നവുമായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിലേക്ക് എത്താൻ കൂടുതൽ മോട്ടിവേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള ആ ഒരു സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. സോ ഇത് ബ്രെയിനിനൊരു എക്സർസൈസുമാണ്, നമുക്കൊരു ഡെയിലി മോട്ടിവേഷൻ ഉണ്ടാകാൻ സഹായിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് മെഡിറ്റേഷൻ ആണ്. എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യണ്ട. ചെറിയ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഇൻഹെയിൽ ചെയ്യുക, 5 സെക്കൻഡ് ആ ശ്വാസം പിടിച്ചു വെക്കുക, 5 സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക, പിന്നെ അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു റിതം ഫോളോ ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ട്രെയിനിങ് ആണ്. 1 മിനിറ്റ് നേരം മറ്റ് ചിന്തകളൊന്നും നമ്മുടെ തലയിലോട്ട് വരാതെ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ്. ഈ 1 മിനിറ്റ് നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡിഗ്രിയും കൂടെ ആഡ് ചെയ്ത് ആ ഒരു സെന്റൻസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ഇത് പറയുമ്പം 1 മിനിറ്റ് ഉള്ളെങ്കിലും അത്ര എളുപ്പമല്ല. ആദ്യമൊക്കെ നമ്മൾ ഈ 1 മിനിറ്റ് നേരത്തിൽ മറ്റ് പല ചിന്തകളും നമ്മുടെ തലയിലോട്ട് കയറും. പക്ഷെ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് സാധിക്കും. സോ ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നൊരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയണ്ട. നമ്മൾ ആ പാരാസിമ്പത്തറ്റിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഒരുപാട് ഫങ്ഷൻസ് ആ ദിവസത്തിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും കോൺസെൻട്രേഷൻ ആൻഡ് അറ്റൻഷൻ സ്പാൻ കൂടി വരാൻ അത് സഹായിക്കും. സോ ഇതാണ് നമ്മുടെ 6 മിനിറ്റ് മോർണിംഗ് മിറക്കിൾ റുട്ടീൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇതുവെല്ലാം വർക്ക് ചെയ്യുമോ. ഈ ബുക്ക് വായിച്ചപ്പോൾ ഞാനും ഇത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എങ്കിലും ഞാനിതൊരു ഒരാഴ്ച ഫോളോ ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ ആ ചേഞ്ച് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു വിഷ്വൽ ചെക്ക് ലിസ്റ്റ് പോലെ എന്തെങ്കിലും നിങ്ങൾ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ഡെയിലി ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു ടിക്ക് ഇടുക. എനിക്കിതുപോലെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഞാൻ കണ്ണ് തുറന്നു കഴിയുമ്പോൾ തന്നെ നേരെ നോക്കുന്ന അതിലോട്ടാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ ഇതിൽ ടിക്ക് ഇടണമല്ലോ എന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത്. അപ്പൊ അതിനൊരു മോട്ടിവേഷൻ കൂടി ആയി മാറും. സോ ബേസിക്കലി ഈ 6 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ, ബോഡീനെ, മൈൻഡിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുന്നേൽപ്പിച്ച് ചാർജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 6 സ്റ്റെപ്പും 1 മിനിറ്റ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇത് കൂടുതലും ചെയ്യാം. കൂടുതൽ ചെയ്യുന്നത് ബെറ്റർ ആണ്. അത് നിങ്ങളുടെ ടൈം ടേബിളിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ 1 സ്റ്റെപ്പും ബെഡിലിരുന്ന് ചെയ്യരുത്. കാരണം ബെഡിലിരുന്ന് ചെയ്താൽ ഈ 1 മിനിറ്റ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അവസാനം പോസ്റ്റ് മൂടി അവിടെ കിടക്കത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബ്രെയിനിനെയും ബോഡീനെയും ഒക്കെ റെഡിയാക്കി നേരെ പഠിക്കാനിരിക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകും. എങ്കിലും ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഈ മൊമെന്റം പതുക്കെ കുറഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാമെന്നും അതിനുശേഷം ഉറക്കം നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കി നമുക്ക് അടുത്ത ഹാക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Until then,